ആക്സിഡൻ്റായി കിടക്കുന്ന ഹസ്ബൻഡിനെ കുറിച്ച് അറിയാൻ വിളിക്കുന്ന ഒരു ഭാര്യയോട് ഇങ്ങനൊരു മറുപടി പറയുന്നത് അല്പം ക്രൂരമായി തോന്നാമെങ്കിലും, ആക്സിഡൻ്റ് ആയിട്ട് എമർജൻസി റൂമിലായിരിക്കുന്ന ഒരു പേഷ്യൻറ്റിനെ നിങ്ങൾ കെയർ ചെയ്യാന്നിരിക്കട്ടെ. ആ പേഷ്യൻറ്റിന് ഇപ്പോൾ എക്സ്റേ എടുക്കുകയാണ്. അപ്പോൾ പെട്ടെന്ന് നിങ്ങൾക്കൊരു കോൾ വരുന്നു. നിങ്ങൾ ആ കോൾ അറ്റൻഡ് ചെയ്യുന്നു. ആ കോൾ എടുത്തപ്പോൾ അപ്പുറത്തെ സൈഡിലൊരു സ്ത്രീയാണ്. ആ സ്ത്രീ നിങ്ങളോട് പറയുകയാണ്, ഞാൻ പേഷ്യൻറ്റിൻ്റെ ഭാര്യയാണ്, എൻ്റെ ഭർത്താവിന് എന്താണ് സംഭവിച്ചത്, എനിക്ക് കൂടുതൽ ഡീറ്റെയിൽസ് അറിയണം എന്ന് നിങ്ങളോട് പറഞ്ഞാൽ, ഒരു നേഴ്സ് എന്നുള്ള നിലയിൽ നിങ്ങൾക്ക് ആ സ്ത്രീയോട് പറയാൻ പറ്റുന്ന ഏറ്റവും നല്ല മറുപടി എന്തായിരിക്കും? നിങ്ങളുടെ മുമ്പിൽ പല ഓപ്ഷൻസ് ഉണ്ട്. ഞാൻ ഈ കോള് ഡോക്ടറിന് ട്രാൻസ്ഫർ ചെയ്യാം, ഇഞ്ചുറീസിനെ കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽസ് ഡോക്ടർ പറയും എന്ന് നിങ്ങൾ പറയുമോ? അതോ പേഷ്യൻറ്റിന് ഇപ്പോൾ എക്സ്റേ എടുക്കുകയാണ്, വേറെ കുഴപ്പമൊന്നുമില്ല എന്ന് പറയുമോ? അതോ പേഷ്യൻറ്റിന് ഇപ്പോൾ എക്സ്റേ എടുക്കാൻ പോയേക്കാണ്, ആ പേഷ്യൻറ്റ് തിരിച്ചു വന്നിട്ട് നിങ്ങളെ തിരിച്ച് വിളിച്ചോളൂ എന്ന് പറയുമോ? നിങ്ങൾ എന്ത് മറുപടി ആയിരിക്കും കൊടുക്കുന്നത്? നോക്കൂ, നിങ്ങളിപ്പോൾ അല്പം അപ്സെറ്റ് ആണെന്ന് എനിക്കറിയാം. പക്ഷേ പേഷ്യൻറ്റിനെ കുറിച്ചുള്ള ഒരു ഡീറ്റെയിൽസും എനിക്ക് ഫോണിൽ കൂടെ നിങ്ങളോടിപ്പോൾ പറയാൻ സാധിക്കുകയില്ല എന്ന് തന്നെ നിങ്ങൾ മറുപടി പറയണം. എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു മറുപടി നിങ്ങൾക്ക് പറയേണ്ടി വരുന്നത്? ആക്സിഡൻ്റായി കിടക്കുന്ന ഹസ്ബൻഡിനെ കുറിച്ച് അറിയാൻ വിളിക്കുന്ന ഒരു ഭാര്യയോട് ഇങ്ങനൊരു മറുപടി പറയുന്നത് അല്പം ക്രൂരമായി തോന്നാമെങ്കിലും, വിളിച്ച ആൾ ഭാര്യ തന്നെയാണോ എന്ന് നിങ്ങൾക്ക് അറിയില്ല എന്നുള്ളതാണ് സത്യം. വിളിച്ച ആൾ ചിലപ്പോൾ ഒരു ഇൻഷുറൻസ് ഏജൻ്റ് ആണെങ്കിലോ, അല്ലെങ്കിൽ ഒരു ലോയർ ആണെങ്കിലോ, അല്ലെങ്കിൽ ഈ ഇൻഫർമേഷൻ ഉപയോഗിച്ച് ഈ പേഷ്യൻറ്റിനെ ഏതെങ്കിലും തരത്തിൽ ഉപദ്രവിക്കാൻ ഉദ്ദേശിക്കുന്ന ഒരാളാണെങ്കിലോ. അതുകൊണ്ട് തന്നെ പേഷ്യൻറ്റിൻ്റെ രഹസ്യ സ്വഭാവമുള്ള ഇൻഫർമേഷൻ സൂക്ഷിക്കുക എന്നുള്ളതും ഒരു നേഴ്സിൻ്റെ ഉത്തരവാദിത്തങ്ങളിലൊന്നാണ്.